നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രത്തിൻ്റെ മനസ്സിനൊപ്പം നിൽക്കേണ്ട കാലത്തൊന്നും കോൺഗ്രസ് അത് നിർവഹിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ച പാർട്ടിയുടെ നിലപാടുകൾ നിർണായക ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രവിരുദ്ധമായതിൽ അസ്വാഭാവികത ഇല്ലതാനും. 500 വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ തകർത്തെറിയപ്പെട്ട രാഷ്ട്രത്തിൻ്റെ സ്വാഭിമാനം വീണ്ടെടുക്കുമ്പോൾ കോൺഗ്രസിന് അതിൽ കാഴ്ചക്കാരുടെ റോൾ പോലും ആവശ്യമില്ല. എന്നിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പ്രത്യേക ക്ഷണപത്രം അയക്കാനായിരുന്നു അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ തീരുമാനം. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചത്. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്കും ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ഷണപത്രം പോയി. പ്രമുഖരായ 6000-ഓളം പേർക്കാണ് പ്രത്യേക ക്ഷണക്കത്ത് ട്രസ്റ്റ് അയച്ചത്. പ്രതിപക്ഷത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ ഒഴികെ മറ്റെല്ലാവരും തന്നെ അയോധ്യയിലെ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിച്ചതിൽ അത്യാഹ്ലാദത്തിലാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് അയോധ്യയിലേക്ക് എത്താനായി മനസ്സാൽ തയ്യാറെടുത്തിരിക്കുന്നത്. എന്നാൽ പതിവ് പോലെ വിഷം വമിപ്പിക്കുന്ന പ്രചാരണം ആദ്യം തുടങ്ങിയത് CPM ആയിരുന്നു. അയോധ്യയിൽ കേന്ദ്ര സർക്കാർ പിന്തുണയോടെ BJP രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതിനാൽ തന്നെ ക്ഷണം നിരസിക്കുന്നുവെന്നുമായിരുന്നു നമ്മുടെ മഹാനായ സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന. ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ് യെച്ചൂരിയുടെ ലക്ഷ്യമെന്ന് കേരളത്തിലെയും ബംഗാളിലെയും CPM നേതാക്കളുടെ തുടർ പ്രസ്താവന ബോധ്യമാക്കി. സ്വന്തം പേരിൽ സീതയും രാമനും ഉള്ള ഒരാൾക്ക് എങ്ങനെ ഇത്തരം നിലപാടുകൾ എടുക്കാൻ കഴിയുമെന്ന പരിഹാസമാണ് കേന്ദ്രമന്ത്രിമാരും വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വവും യെച്ചൂരിക്കുള്ള മറുപടിയായി നൽകിയത്. ക്ഷേത്ര ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന JDU നേതൃത്വത്തിൻ്റെ പ്രസ്താവനകളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ ഭിന്നത വ്യക്തമാക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്രത്തിനായി മുന്നിൽ നിന്ന് പ്രക്ഷോഭം നയിച്ച ശിവസേന നേതാവ് ബാലാസാഹിബ് താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ അയോധ്യയിലേക്ക് പോകുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു സംശയം. എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ എന്നതാണ് അവരുടെ അവസ്ഥ. ഏറ്റവും കൂടുതൽ MPമാരെ നൽകിയ കേരള ഘടകത്തിൽ നിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ സമ്മർദ്ദമാണ് ക്ഷണം നിരസിക്കാനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് കോൺഗ്രസും സമാന നിലപാടിലാണ്. എന്നാൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നാലുള്ള ഭവിഷ്യത്തുകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പങ്കെടുക്കണമെന്ന നിലപാട് മധ്യപ്രദേശ് UP സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വവുമായി പങ്കുവച്ചു. പല സംസ്ഥാനങ്ങളിലെയും നേതാക്കളും പരസ്പര വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ ആരംഭിച്ചതോടെ അയോധ്യ വിഷയത്തിൽ യാതൊരു പ്രസ്താവനയും പാടില്ലെന്ന കർശന നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. ഇതിനിടെയാണ് താനൊരു തമിഴ്നാട്ടുകാരിയാണെന്നും തനിക്ക് രാമനെ അറിയില്ലെന്നുമുള്ള കോൺഗ്രസ് നേതാവും കരൂർ ലോക്സഭാംഗവുമായ ജ്യോതിമണിയുടെ പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിവാദമായി പടരുന്നത്. തമിഴ്നാട്ടിൽ ഒരിടത്തും ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളില്ലെന്നും ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളില്ലെന്നുള്ള ജ്യോതിമണിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തമിഴ്നാട്ടിലെ 100 കണക്കിന് ശ്രീരാമക്ഷേത്രങ്ങളുടെ പേരുകളും രാമായണവുമായി ബന്ധപ്പെട്ടുള്ള തമിഴ്നാട്ടിലെ 100 കണക്കിന് സ്ഥലനാമങ്ങൾ ഉയർത്തി കോൺഗ്രസ് നേതാവിൻ്റെ വിവാദ പ്രസ്താവനയെ തുറന്നു കാട്ടുകയാണ് പലരും. സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനയും ദേശീയ തലത്തിൽ കോൺഗ്രസിനാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളും മുസ്ലിം ലീഗുമാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തെ എതിർക്കുന്ന പ്രധാന കക്ഷികൾ. ഇവരുടെ വലിയ ഭീഷണിയാണ് കോൺഗ്രസിന് മേലുള്ളത്. ഒപ്പം CPMൻ്റെ കുത്തിത്തിരിപ്പ് കൂടിയാകുമ്പോൾ കേരള രാഷ്ട്രീയം ഒരിക്കൽ കൂടി ഇസ്ലാമിക വിഘടനവാദ അജണ്ടകൾക്ക് വഴങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ദേശീയ തലത്തിലും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുമോ എന്നത് വരും നാളുകളിൽ കണ്ടറിയാം.